ഹായ് ഫ്രണ്ട്സ്, ഇനി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് 2024 പുറത്തിറങ്ങിയ പാമലി എന്ന ഇന്തോനേഷ്യൻ ഹൊറർ മൂവിയാണ്. ഗർഭിണിയായ നായികനെയും കൊണ്ട് നായകൻ അവന്റെ പഴയ വീട്ടിലേക്ക് താമസിക്കാൻ എത്തുവാണ്. അവിടെ എത്തിയതിനു ശേഷം അവർക്ക് സംഭവിക്കുന്ന കുറേയധികം കാര്യങ്ങളാണ് ഈ ഒരു മൂവിയിൽ പറഞ്ഞിരിക്കുന്നത്. ആ കാര്യങ്ങളൊക്കെ എന്താണ്, അതുകൊണ്ട് അവർക്ക് എന്തൊക്കെ പ്രശ്നം ഉണ്ടാവുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പറയുന്ന ഈ ഒരു മൂവിയുടെ കഥ മുഴുവനായും മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയിൽ കണ്ടിന്യൂ ചെയ്യുക. അപ്പൊ നേരെ സ്റ്റോറി നോക്കാം. മൂവിയുടെ സ്റ്റാർട്ടിങ്ങിലെ ഗർഭിണിയായ നമ്മുടെ നായികനെ കാണിക്കുന്നു. അവളിപ്പം നിലത്ത് കിടന്ന് പിടയ്ക്കുകയാണ്. ഇത് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഗർഭിണിയായ നായികയ്ക്ക് ഡെലിവറി പെയിൻ വന്നതാണെന്ന്. എന്നാൽ ഇതല്ല, ഇവളുടെ ശരീരത്ത് ഏതോ ഒരു പ്രേതം കയറിയിരിക്കുകയാണ്. ആ പ്രേതം ഇവളെ ടോർച്ചർ ചെയ്യുന്നതാണ് ഈ കാണിക്കുന്നത്. ഈ ഒരു കാരണം കൊണ്ട് തന്നെ അവളുടെ കഴുത്ത് അവള് തന്നെ പിടിച്ചിങ്ങനെ ഞെരിക്കുകയാണ്. അങ്ങനെ ശക്തിയായി കഴുത്തിൽ അങ്ങനെ അമർത്തുന്ന സമയം നായികന്റെ ബോധം പോകുന്നു. അങ്ങനെ നായിക മയങ്ങുന്ന സമയം തന്നെ അവളുടെ ബോഡി എയറിൽ ഇങ്ങനെ പൊന്തി വരുവാണ്. ഈ സമയം സീൻ കട്ടാക്കി മൂവിന്റെ ടൈറ്റിൽ കാണിക്കുന്നു. അടുത്ത സീനിൽ കാണിക്കുന്നത് ഒരു 3 ദിവസം മുമ്പത്തെ വിഷ്വൽസ് ആണ്. ഇപ്പൊ നായികയുള്ള ഭർത്താവായ നായകനും കൂടി 20 കൊല്ലം മുമ്പ് നായകൻ താമസിച്ചുകൊണ്ടിരുന്ന അവന്റെ സ്വന്തം ഗ്രാമത്തിലേക്ക് വരുവാണ്. ഇവിടെ അവന് പഴയൊരു വീടുണ്ടായിരുന്നു. പണ്ട് നായകനും അവന്റെ അച്ഛനും അമ്മയും ചേച്ചിയെല്ലാം താമസിച്ചുകൊണ്ടിരുന്ന അവന്റെ ഒരു കൊച്ചു വീട്. ആ വീട്ടിലേക്ക് ഇപ്പൊ ഗർഭിണിയായ നായകനെയും കൂട്ടിക്കൊണ്ട് നായകൻ എത്തിയിരിക്കുവാണ്. എന്തിനാന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇവന് സാമ്പത്തികമായി കുറെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇവിടേക്ക് എത്തി 2-3 ദിവസം കൊണ്ട് ആ വീടൊന്ന് വിറ്റിട്ട് കിട്ടുന്ന പണവുമായിട്ട് ദൂരെ എവിടെയെങ്കിലും പോയി സുഖമായിട്ട് ജീവിക്കാനാണ് നായകന്റെ പ്ലാൻ. ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഗർഭിണിയായ നായികനെ ഒറ്റയ്ക്ക് നിർത്തിയിട്ട് പോരാൻ കഴിയില്ലല്ലോ. അതുകൊണ്ടാണ് അവളെയും കൂട്ടിക്കൊണ്ട് വന്നത്. നായകന്റെ അമ്മയും അച്ഛനൊക്കെ മരിച്ചതിന് ശേഷം ഈ വീടിന്റെ കാര്യങ്ങളെല്ലാം നോക്കിക്കൊണ്ടിരുന്നത് ഈ ഗ്രാമത്തിൽ തന്നെയുള്ള ഒരു പയ്യനായിരുന്നു. അങ്ങനെ ഇപ്പൊ അവന്റെ അടുത്തേക്ക് എത്തി നായകൻ എന്നെ പോലെ വന്നതിന്റെ ഉദ്ദേശങ്ങളെല്ലാം പറയുന്നു. ശരി, ചേട്ടന് വീട് വെക്കണം, അത്രയല്ലേ ഉള്ളൂ. അതിനുവേണ്ട ഏർപ്പാട് ഞാൻ ഉണ്ടാക്കി തരാം. പക്ഷെ ഇപ്പൊ കുറെ നാളായിട്ട് ആ വീട് ആരും താമസമില്ലാതെ അങ്ങനെ കിടക്കുമല്ലേ, നിറയെ അഴുക്കും പൊടിയൊക്കെ ആയിരിക്കും. അതുകൊണ്ട് ആദ്യം നമുക്ക് ആ വീട് മുഴുവൻ ഒന്ന് ക്ലീൻ ചെയ്യാം. അതിന് മിക്കവാറും 2-3 ദിവസം പിടിക്കും. ചേട്ടൻ എന്തായാലും ചേച്ചിനെയും കൂട്ടിക്കൊണ്ട് വന്നത് നന്നായി. അപ്പൊ 2-3 ദിവസം ഇവിടെ നിന്ന് വീടിന്റെ ഏർപ്പാടുകളെല്ലാം തീർത്ത് അങ്ങനെ നിങ്ങൾക്ക് പോവുകയും ചെയ്യാലോ. ഇത് കേട്ട നായകൻ അങ്ങനെ തന്നെ എന്റെ പ്ലാൻ എന്ന് പറയുന്നു. അടുത്ത സീനിൽ കാണിക്കുന്നത് നായകന്റെ ആ പഴയ വീടാണ്. നായിക ആദ്യമായിട്ടാണ് ഇവിടേക്ക് വരുന്നത്. ഇതൊരു വിജനമായ സ്ഥലത്തെ ഒരൊറ്റപ്പെട്ട വീടാണ്. ഇവിടെ താമസിക്കുമ്പോൾ പെട്ടെന്നൊരു ഹെൽപ്പ് വന്നാ അടുത്താരും സഹായിക്കാൻ പോലും ഉണ്ടാവില്ലല്ലോ എന്ന് നായിക ആലോചിക്കുന്നു. അതുപോലെ അടുത്തൊന്നും ആശുപത്രിയോ ക്ലിനിക്കോ ഒന്നും തന്നെയില്ല. 2-3 ദിവസം ഇവിടെ കഴിയുന്നത് തന്നെ റിസ്ക് ആണെന്നുള്ള രീതിയിലാണ് നായിക ചിന്തിക്കുന്നത്. ഇതേ സമയം വീട്ടിലേക്ക് എത്തിയ നമ്മുടെ നായകൻ വീടിന്റെ ഒരു മൂലയ്ക്കുള്ള മുറിയിലേക്ക് അങ്ങനെ നോക്കി നിൽക്കുവാണ്. അത് നായകന്റെ ചേച്ചിയുടെ മുറിയായിരുന്നു. അങ്ങനെ നായകൻ ആ മുറിയിലേക്ക് അങ്ങനെ നോക്കി നിൽക്കുന്ന അതേ സമയം തന്നെ ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കാൻ തുടങ്ങുന്നു. എന്താന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ കുറെ കൊല്ലങ്ങൾക്ക് മുമ്പ്, അതായത് ഈ വീട്ടിൽ ഇവർ താമസിച്ചുകൊണ്ടിരുന്ന സമയത്ത് നായകന്റെ ചേച്ചിയാണെങ്കിൽ രാത്രി സമയത്ത് അങ്ങനെ നഖം വെട്ടിക്കൊണ്ടിരിക്കുന്നു. ഈ സമയം ഇത് കണ്ടുകൊണ്ട് അവരുടെ അച്ഛൻ അവിടേക്ക് വരുവാണ്. നഖം വെട്ടുന്നത് കണ്ടിട്ട് ഈ സമയത്ത് അയാളാണെങ്കിൽ ചേച്ചീനെ വഴക്ക് പറയുന്നു. രാത്രി സമയത്ത് നഖം വെട്ടുന്നത് നല്ലതല്ല, അതെന്ന് നിനക്ക് അറിഞ്ഞൂടെ, അങ്ങനെ ചെയ്ത ദോഷം ഉണ്ടാവുമെന്നാണ് പറയുന്നത്. നിന്റെ ഭർത്താവ് പട്ടാളത്തിലാന്നുള്ള കല്ല് നീ മറക്കരുത്. ഇങ്ങനെയും പറഞ്ഞ് അച്ഛൻ അവിടെ നിന്ന് പോകുമ്പോ ചേച്ചി അതിനൊന്നും വില കൊടുക്കാതെ വീണ്ടും ഇരുന്ന് നഖം വെട്ടുന്നു. അങ്ങനെ ഫ്ലാഷ് ബാക്ക് കെട്ടായി പ്രസന്റിലേക്ക് വരുവാണ്. ആ വീട് നോക്കി നടത്തിക്കൊണ്ടിരുന്ന ആ പയ്യനല്ലേ, അവനിപ്പോ അവിടെ അവർക്ക് വേണ്ട ഹെൽപ്പുകളെല്ലാം ചെയ്തു കൊടുത്തോണ്ടിരിക്കുകയാണ്. വീട് നിറയെ പൊടി പിടിച്ച് കിടക്കുവായോണ്ട് കുറച്ചൊക്കെ അവർ ക്ലീൻ ചെയ്യുന്നു. അപ്പത്തേക്കും വൈകുന്നേരം ആവുകയാണ്. അപ്പൊ ആ ചെക്കൻ ഞാൻ പോയിട്ട് നാളെ വരാമെന്നും പറഞ്ഞ് അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങുന്നു. അങ്ങനെ കുറെ നേരം കഴിഞ്ഞ് നമ്മുടെ നായകനാണെങ്കിൽ കൂട്ടിക്കിടക്കുന്ന ചേച്ചിയുടെ മുറി ഒന്ന് തുറക്കാമെന്ന് വിചാരിക്കുന്നു. എന്നാൽ അന്വേഷിച്ചിട്ട് താക്കോൽ അവിടെ എവിടെയും കിട്ടുന്നില്ല. കുറച്ചു നേരം കഴിഞ്ഞ് നമ്മുടെ നായികയാണെങ്കിൽ ബാത്റൂം ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ച് അവിടേക്ക് എത്തി ബാത്റൂം ഒക്കെ കഴുകുവാണ്. അപ്പൊ ഫ്ലോറിൽ കുറെ മുടി കിടക്കുന്നതായിട്ട് നായിക കാണുന്നു. അങ്ങനെ നായിക അതെല്ലാം പെറുക്കിയെടുത്ത് കളയുവാണ്. കുറച്ചു നേരം കഴിയുമ്പോഴേക്കും ഫ്ലോറിൽ നിന്ന് മുളച്ചു വരുന്ന പോലെ വീണ്ടും മുടി അങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. കുറച്ചു നേരം കഴിഞ്ഞ് വന്നു നോക്കുമ്പോൾ നായിക വീണ്ടും ഇത് കാണുവാണ്. അങ്ങനെ നായിക വീണ്ടും അത് ക്ലീൻ ചെയ്യുന്നു. കുറെ നേരം കഴിഞ്ഞ് നമ്മുടെ നായികയാണെങ്കിൽ തുറന്നു കിടക്കുന്ന മുറിയുടെ വിൻഡോ അടയ്ക്കാൻ വരുവാണ്. അപ്പൊ കാറ്റടിച്ച് പെട്ടെന്ന് വിൻഡോ അടയുന്നു. ഈ സമയം വിൻഡോ വന്ന് നായകന്റെ കൈ കൊള്ളുന്നു. അങ്ങനെ ശക്തിയായി നായകന്റെ കയ്യിലേക്ക് ആ വിൻഡോ കൊള്ളുന്നുണ്ട്. അവളുടെ കയ്യിലെ നഖം പൊട്ടുന്നുണ്ട്. അങ്ങനെ ആ പൊട്ടിയ നഖം വെട്ടിക്കളയാന്ന് വിചാരിച്ച് നായകനെ ഏൽക്കട്ട എടുക്കുന്നു. അങ്ങനെ നഖം വെട്ടാൻ തുടങ്ങുന്ന അതേ സമയം തന്നെ ഇത് കണ്ടോട് നായകൻ വരുവാണ്. അങ്ങനെ നായകൻ അവളെ തടഞ്ഞിട്ട് പറയുവാണ്, ഈ രാത്രി സമയത്ത് നഖം വെട്ടുന്നത് ശരിയല്ല, അത് ദോഷമാണെന്ന് എന്റെ അച്ഛനൊക്കെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പൊ വേണ്ട, അത് എടുത്തു വെക്കും, നാളെ രാവിലെ വെട്ടാം. ഇത് കേട്ട് നായക ശരി ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് അതങ്ങനെ എടുത്തു വെക്കുന്നു. കുറച്ചു നേരം കഴിഞ്ഞ് അവരാണെങ്കിൽ ഭക്ഷണവും കഴിച്ച് കിടക്കുകയും ചെയ്യുവാണ്. അങ്ങനെ പാതിരാത്രി ആവുന്ന സമയത്ത് ഉറങ്ങി കിടക്കുന്ന നായിക എന്തോ ഒരു സൗണ്ട് കേട്ട് എഴുന്നേക്കുന്നു. അങ്ങനെ എന്താന്ന് നോക്കാൻ വേണ്ടി അവിടെ നേരെ ഹാളിലേക്ക് എഴുന്നേറ്റ് വരുവാണ്. ഈ സമയത്ത് ആ സൗണ്ട് കേട്ടോണ്ടിരുന്നത് ഹാളിലെ ഭിത്തിയിൽ നിന്നായിരുന്നു. ഈ സമയത്ത് അവിടെ നായകന്റെ ചേച്ചിയുടെ ഒരു ഫോട്ടോ വെച്ചിട്ടുണ്ടായിരുന്നു. പറയാൻ വിട്ടുപോയി, നായകന്റെ ചേച്ചി ഇപ്പൊ ജീവിച്ചിരിപ്പില്ല. അങ്ങനെ ഇപ്പൊ നായിക ആ ഫോട്ടോയിലേക്ക് നോക്കുന്ന അതേ സമയം തന്നെ ആ ഫോട്ടോ ഒരു സൈഡിലേക്ക് ചെരിഞ്ഞ് വീഴാൻ തുടങ്ങുന്നു. അങ്ങനെ ഇത് കണ്ട നായിക പെട്ടെന്ന് തന്നെ അത് പിടിച്ച് നേരെയാക്കി വെക്കുവാണ്. ആണി എങ്ങനെ വിളകി വീഴാൻ പോയതായിരിക്കും എന്ന് വിചാരിച്ച് നായിക അത് വലിയ കാര്യമാക്കുന്നില്ല. അതിന് നായിക നേരെ റൂമിലേക്ക് വരുമ്പോ ഇവരുടെ മുറിയുടെ തൊട്ടപ്പുറത്തുള്ള ആ ചേച്ചിയുടെ മുറിയിൽ നിന്ന് ഏതൊരു പെണ്ണ് കരയുന്ന പോലത്തെ സൗണ്ട് അല്ല നായിക കേൾക്കുന്നു. അങ്ങനെ ഇതെല്ലാം കേട്ട് നായിക ആകെ ഭയക്കുന്നതായിട്ട് കാണിച്ചുകൊണ്ട് അങ്ങനെ ആ സീനോടെ കട്ടാക്കുന്നു. അടുത്ത സീനില് നായകന്റെ ചേച്ചിന്റെ ഫ്ലാഷ് ബാക്ക് വീണ്ടും കാണിക്കാൻ തുടങ്ങുന്നു. അന്ന് നായകന്റെ ചേച്ചി രാത്രിയില് നഖം വെട്ടിക്കൊണ്ടിരുന്ന സമയത്ത് അച്ഛൻ പറയുന്നുണ്ടായിരുന്നല്ലോ, ഈ രാത്രി സമയത്ത് നഖം വെട്ടുന്നത് ശരിയല്ല, എന്തെങ്കിലും ദോഷം ഉണ്ടാവുന്നത്. അത് അതേപോലെ തന്നെ സംഭവിച്ചു. ആർമിയിലുണ്ടായിരുന്ന ചേച്ചിയുടെ ഭർത്താവ് ഒരു യുദ്ധത്തിൽ മരിച്ചു പോവാണ്. അങ്ങനെ ആ കാര്യം അറിയുന്ന സമയത്ത് ചേച്ചി അകത്തകർന്നു പോകുന്നു. അങ്ങനെ ആ ഫ്ലാഷ് ബാക്ക് വീണ്ടും കട്ടായി ഇപ്പൊ പ്രസന്റിലേക്ക് വരുന്നു. അടുത്ത ദിവസം രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് ഇന്നലെ നടന്ന കാര്യങ്ങളെല്ലാം നായകനോട് ഷെയർ ചെയ്യുന്നു. അതൊക്കെ നിനക്ക് വെറുതെ തോന്നിയതായിരിക്കും. ഇങ്ങനെയും പറഞ്ഞ് നമ്മുടെ നായകനാണെങ്കിൽ ഈ സമയം നായകനെ സമാധാനിപ്പിക്കുകയാണ്. എടാ, എന്നാലും
എന്നാലും അങ്ങനെയല്ല, എനിക്ക് ശരിക്കും ഫീൽ ചെയ്തതാ. നിന്റെ ചേച്ചിയുടെ മുറിയിൽ നിന്നാ സൗണ്ട് ഞാൻ കേട്ടത്. നമുക്ക് എന്തായാലും ആ മുറിയും തുറന്നു നോക്കാം. കാര്യം നമ്മൾ താക്കോൽ ഇന്നലെ ഇവിടെ മുഴുവൻ നോക്കിയതല്ലേ, കിട്ടിയില്ലല്ലോ. അത് കുഴപ്പമില്ല, നമുക്കൊന്നുകൂടി അന്വേഷിക്കാം എന്ന് നായിക പറയുന്നു. അങ്ങനെ അവർ വീണ്ടും അന്വേഷിക്കാൻ തുടങ്ങുവാണ്. അങ്ങനെ ഹാളിൽ കിടന്നിട്ട് മേശന്റെ ഡ്രോ എല്ലാം തുറന്ന് അവർ അന്വേഷിക്കുന്ന സമയം അതിനകത്ത് നിന്ന് ചേച്ചിയുടെ ഒരു ഫോട്ടോ കിട്ടുന്നു. ഇത് കണ്ട ഉടനെ നായിക ചോദിക്കുവാണ്, നിന്റെ ചേച്ചിക്ക് എന്താ പറ്റിയത് എന്ന്. ചേച്ചി മരണപ്പെട്ടു എന്നല്ലാതെ എന്ത് കാരണം കൊണ്ടാണ് മരണപ്പെട്ടതെന്നുള്ള കാര്യം എനിക്കറിയത്തില്ല. അങ്ങനെ അവർ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്ന അതേ സമയം തന്നെ അവിടെ അവർക്ക് വേണ്ട ഹെൽപ്പുകളെല്ലാം ചെയ്തു കൊടുക്കുന്ന ആ പയ്യനില്ലേ, അവൻ അവിടേക്ക് എത്തുവാണ്. അപ്പൊ നായകൻ ആ പയ്യനോട് ഇന്നപോലെ ആ മുറിയുടെ താക്കോല് കാണുന്നില്ല, അതൊന്നും തുറക്കണമെന്ന് പറയുന്നു. ആ മുറിയുടെ താക്കോല് എന്റെ കയ്യിലുമില്ല, നമുക്കൊരു ഡ്യൂപ്ലിക്കേറ്റ് കീ ഉണ്ടാക്കാന്ന് ഈ സമയത്ത് അവൻ പറയുന്നു. അത് ഇനി വന്ന ആ പയ്യന് നമ്മുടെ നായികയാണെങ്കിൽ ചായ എല്ലാം ഉണ്ടാക്കി കൊടുക്കുവാണ്. അങ്ങനെ അതും കുടിച്ചോണ്ടിരിക്കുന്ന സമയത്ത് നായിക അവന്റെ അടുത്ത് വന്നിരുന്ന് നായകന്റെ കുടുംബത്തിന് സംഭവിച്ചത് എന്താ, നിനക്ക് എന്തെങ്കിലും അറിയാവോ എന്നൊക്കെ ചോദിക്കുന്നു. ഞാനിപ്പോ ചെറുപ്പമായിരുന്നില്ലേ ചേച്ചി, അതിന് എനിക്കതിനെ പറ്റി ഒന്നും അറിയത്തില്ല, എന്റെ മുത്തശ്ശിക്കും അച്ഛനൊക്കെ അറിയായിരിക്കും. ഇങ്ങനെയാണ് ആ പയ്യൻ പറയുന്നത്. കുറച്ചേരം കഴിഞ്ഞ് പയ്യൻ അവിടെ നിന്ന് ഇറങ്ങുകയും ചെയ്യുന്നു. അതിനുശേഷം വീണ്ടും നമ്മുടെ നായകനും നായികയും കൂടി ആ വീട്ടിൽ ബാക്കി ക്ലീൻ ചെയ്യാനുള്ള ഏരിയ എല്ലാം ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അടുത്ത സീനിൽ വീണ്ടും നായകന്റെ ചേച്ചിന്റെ ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കാൻ തുടങ്ങുന്നു. നായകന്റെ ചേച്ചി അവളുടെ മുറിയില് കരഞ്ഞുകൊണ്ട് അവളുടെ മുടിയെല്ലാം ഇങ്ങനെ മുറിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയം അവരുടെ അമ്മ അവിടേക്ക് വന്ന് ആ കാഴ്ച കാണുന്നു. മോളെ നീ എന്തീ കാണിക്കുന്നത് അമ്മ ചോദിക്കുമ്പോൾ ആർമിയിലുള്ള എന്റെ ഭർത്താവ് തിരിച്ചു വരുമ്പോൾ ഞാൻ വളരെ സുന്ദരിയായിട്ടിരിക്കണ്ടേ, അതിന് ഞാൻ മുടിയൊക്കെ മുറിക്കുമായിരുന്നു എന്ന് ഈ സമയത്ത് അവള് പറയുമ്പോൾ യുദ്ധത്തിൽ ഭർത്താവ് മരിച്ചു പോയോണ്ട് അവൾക്ക് മാനസികമായിട്ട് എന്തോ പറ്റിയെന്നുള്ള കാര്യം അമ്മയ്ക്ക് മനസ്സിലാവുന്നു. അങ്ങനെ അമ്മ ഒരുപാട് സങ്കടപ്പെടുവാണ്. അങ്ങനെ ചേച്ചിന്റെ ഭ്രാന്തമായ പെരുമാറ്റങ്ങൾ കൊണ്ടെല്ലാം തന്നെ കുറച്ചു ദിവസം കഴിഞ്ഞ് അവളുടെ അച്ഛൻ അവളെ മുറിയിൽ പൂട്ടിയിടുന്നു. അവിടെയും കിടന്ന് അവള് പ്രശ്നം ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോൾ അവളുടെ കൈയും കാലില്ല ചങ്ങല വെച്ച് ബന്ധിക്കുകയും ചെയ്യുവാണ് അയാൾ. അങ്ങനെ ആ സീനോടെ കട്ടായി വീണ്ടും പ്രസന്റിലേക്ക് വരുന്നു. ഇപ്പൊ ബെഡിൽ ഉറങ്ങി കിടക്കുന്ന നായിക ഒന്ന് കണ്ണു തുറക്കുന്ന സമയം അടുത്ത് കിടന്നിരുന്ന നായകനെ കാണുന്നില്ല. അങ്ങനെ ഇപ്പൊ നായിക അവനെ വിളിച്ചുകൊണ്ട് മുറിക്ക് പുറത്തിറങ്ങുവാണ്. എന്നാൽ അവന്റെ ഒരു റെസ്പോണ്ടും ഇല്ല. അവൻ ബാത്റൂമിൽ എങ്ങനെ പോയതായിരിക്കും വിചാരിച്ച ഈ സമയത്ത് നായികയാണെങ്കിൽ വീണ്ടും വന്ന് ബെഡിൽ കിടക്കുന്നു. ഈ സമയം മരിച്ച പോലെ മൂക്കിൽ പഞ്ഞിയെല്ലാം വെച്ച് നായകൻ അടുത്ത് കിടക്കുന്നതായിട്ട് അവൾക്ക് ഫീൽ ചെയ്യുന്നു. അങ്ങനെ നായിക പെട്ടെന്ന് ഞെട്ടുന്ന സമയമാണ് മനസ്സിലാവുന്നത് ഇത് അവള് കണ്ട സ്വപ്നമായിരുന്നു എന്ന്. എന്നാൽ ഇപ്പൊ ശരിക്കും ബെഡിൽ നായകനില്ല. അങ്ങനെ നായിക അവനെ നോക്കാൻ വേണ്ടി ഹാളിലേക്ക് എഴുന്നേറ്റ് വരുവാണ്. അപ്പൊ നായകൻ താവടി ഇരിപ്പുണ്ടായിരുന്നു. അവിടുന്ന് അവൻ അവന്റെ അമ്മേന്റെ ഒരു പഴയ ഡയറി കിട്ടി. അവനിപ്പോ അതും വായിച്ചുകൊണ്ടിരിക്കുവാണ്. അങ്ങനെ ഇപ്പൊ ഇത് കാണുന്ന നായിക നീ ഇവിടെ വന്നിരിക്കുവാണോ, ഉറങ്ങണ്ടേയും ചോദിക്കുന്നു. ഉറക്കം വന്നില്ല, അതുകൊണ്ട് അമ്മേന്റെ ഡയറിയും വായിച്ചിരിക്കുവായിരുന്നു എന്ന് നായകൻ പറയുന്ന സമയം ചേച്ചി എങ്ങനെയാ മരിച്ചതെന്ന് അതിൽ എഴുതിയിട്ടുണ്ടോ എന്ന് നായിക ചോദിക്കുന്നു. വായിച്ചു കഴിഞ്ഞിട്ടില്ല, നോക്കട്ടെ എന്ന് നായകൻ പറയുന്നു. കാരണം അവന്റെ ചേച്ചി മരിക്കുന്ന സമയത്ത് നമ്മുടെ നായകൻ ഇവിടെ ഉണ്ടായിരുന്നില്ല, ദൂരെ ഒരു സ്ഥലത്ത് നിന്ന് പഠിക്കുമായിരുന്നു. അടുത്ത ദിവസം രാവിലെ നമ്മുടെ നായകൻ വീണ്ടും വിട്ട് തങ്ങനെ നിൽക്കുവാണ്. ഈ സമയത്ത് നായകൻ ചേച്ചിയുടെ മുറിയിലേക്ക് അങ്ങനെ നോക്കുന്നു. അതിനകത്തുനിന്ന് കയറണമെന്ന് നായകൻ ആഗ്രഹം ഉണ്ടായിരുന്നല്ലോ. ആ പയ്യൻ താക്കോല് റെഡിയാക്കിക്കൊണ്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഇതുവരെ കൊണ്ടുവന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു ആകാംക്ഷന്റെ പുറത്ത് അവൻ ജനലിലൂടെ പിടിച്ച് മുകളിലേക്ക് കയറി ആ റൂമിന്റെ എയർ ഹോളിലൂടെ അകത്തേക്ക് അങ്ങനെ നോക്കുവാണ്. എന്നാൽ ഈ സമയം കാല് തെന്നി നായകൻ അങ്ങനെ താഴേക്ക് വീഴുന്നു. മുറ്റത്തായിട്ട് ഒരു കൂർത്ത കമ്പ് നിൽക്കുന്നുണ്ടായിരുന്നു. ജസ്റ്റ് മിസ്സിലാണ് നായകൻ രക്ഷപ്പെടുന്നത്. വീണത് കുറച്ച് മാറിപ്പോയിരുന്നെങ്കിൽ അത് നായകനെ നെഞ്ചി കുത്തിക്കേറിയാനെ. അങ്ങനെ നായകൻ വീഴുന്നത് കണ്ടുകൊണ്ടാണ് ആ പയ്യൻ അവിടേക്ക് വരുന്നത്. അങ്ങനെ ഇപ്പൊ അവൻ നായകനെ വഴക്ക് പറയുന്നു. ചേട്ടനോട് ഞാൻ പറഞ്ഞതല്ലേ താക്കോൽ ഒപ്പിച്ചോണ്ട് വരാന്ന്, പിന്നെ എന്തിനെങ്ങനെ തിടുക്കം കാണിച്ചത്, വീണത് കുറച്ച് മാറിയിരുന്നെങ്കിൽ ഇപ്പൊ ചേട്ടൻ എന്തെങ്കിലും പറ്റില്ലായിരുന്നോ. പുറത്തെ ഈ കാര്യങ്ങളെല്ലാം അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന അതേ സമയം തന്നെ അകത്ത് വാഷ്റൂമിൽ നമ്മുടെ നായികയാണെങ്കിൽ അവളുടെ മുടിയുടെ അറ്റമെല്ലാം ചെറുതായിട്ട് ഇങ്ങനെ വെട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയം അവിടെയുള്ള പൈപ്പ് താനെ തുറക്കുന്നു. അതിൽ നിന്ന് വെള്ളം വീഴുന്നത് കണ്ട് നായിക ഞെട്ടുന്നു. ഇതുകൊണ്ട് നായിക അങ്ങനെ ഭയന്ന് നിൽക്കുന്ന അതേ സമയം തന്നെ അവിടുത്തെ മിററിൽ നായിക ഒരു പ്രേതത്തിന്റെ രൂപം കാണുവാണ്. അങ്ങനെ അലറി വിളിച്ച് നായിക പുറത്തേക്ക് ഓടി വരുന്ന സമയം അവള് കരയുന്ന കേട്ടിട്ട് നായകൻ അവിടേക്ക് എത്തി കാര്യം ചോദിക്കുവാണ്. അപ്പൊ ഇന്നെ പോലെ അവള് നടന്ന കാര്യങ്ങൾ നായകനോട് പറഞ്ഞിട്ട് കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും വേണ്ടില്ല, നമുക്കുള്ളതുകൊണ്ട് മനസ്സമാധാനത്തോടു കൂടി എവിടെയെങ്കിലും പോയി ജീവിക്കാം, എനിക്ക് പേടി അവിടെ നിൽക്കാനെന്നൊക്കെ പറയുവാണ്. ഈ സമയം നായകൻ പറയുവാണ് ഇത്രയൊക്കെ കഷ്ടപ്പെട്ട് നമ്മളിവിടേക്ക് വന്നതല്ലേ, അങ്ങനെ തിരിച്ചു പോകാൻ കഴിയുമോ, എന്തായാലും 2-3 ദിവസം കൂടി നീ ഒന്ന് കാക്ക്, അതിനുള്ളിൽ ഞാൻ എങ്ങനെയെങ്കിലും ഈ വീട് വെക്കാനുള്ള കാര്യങ്ങൾ ചെയ്യും. കുറച്ചു മുമ്പ് ആ പയ്യൻ അവിടേക്ക് വന്നായിരുന്നല്ലോ, അവൻ വന്നത് ഒരു ആശാരിനെയും കൂട്ടിക്കൊണ്ടായിരുന്നു അടഞ്ഞു കിടക്കുന്ന ചേച്ചിയുടെ മുറി തുറക്കാൻ വേണ്ടി. അങ്ങനെ ഇപ്പൊ അയാൾ ആ മുറി തുറന്നു കൊടുക്കുവാണ്. അങ്ങനെ ഇപ്പൊ ആ മുറിയിലേക്ക് ആകാംക്ഷയോട് കൂടി നായകൻ കയറി ചെല്ലുവാണ്. കുറെ നാളായിട്ട് ഉപയോഗിക്കത്തോണ്ട് വല്ലാതെ പൊടി പിടിച്ചു കിടക്കുമായിരുന്നു ആ മുറി. അങ്ങനെ ആ മുറിയിലേക്ക് കയറിയതും നായകനവന്റെ ചേച്ചിന്റെ പഴയ ഓർമ്മകളെല്ലാം വരുന്നു. ആ മുറിയിൽ നായകൻ ചേച്ചിയോടൊപ്പം എടുത്തിരുന്ന ഒരു പഴയ ഫോട്ടോ ഉണ്ടായിരുന്നു, അത് നായകൻ കാണുവാണ്. ഈ സമയത്ത് വീണ്ടും നായകനെ ചേച്ചിനെ പറ്റിയുള്ള ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കാൻ തുടങ്ങുന്നു. മാനസിക നില തെറ്റിയ ചേച്ചിനെ അച്ഛനൊന്ന് ചങ്ങല കൊണ്ട് ബന്ധിച്ച് ആ മുറിയിലാക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ടായിരുന്നല്ലോ. അങ്ങനെ അവിടുന്ന് കുറെ നാള് അവരങ്ങനെ അവിടെ കഴിയുവാണ്. എന്ന് ഇതെല്ലാം കാണുമ്പോൾ അവരുടെ അമ്മയ്ക്കാണെങ്കിൽ ചങ്ക് തകരുന്നുണ്ടായിരുന്നു. ഒരു ദിവസം അച്ഛന്റെ അനുവാദം ഇല്ലാതെ അമ്മ മുറിയിലേക്ക് കയറി വന്ന് ചേച്ചിയോട് സംസാരിക്കുവാണ്. അമ്മേനെ തുറന്നു വിടുന്നു പറഞ്ഞ ഈ സമയത്ത് ചേച്ചിയാണെങ്കിൽ അമ്മേനെ കെട്ടിപ്പിടിച്ച് കരയുന്നു. എന്തൊക്കെയാണെങ്കിലും സ്വന്തം മകളല്ലേ ഇത്, ഇങ്ങനെ ഒരു അവസ്ഥയിൽ മകള് കഴിയുന്ന കാണുമ്പോൾ ഏതൊരു അമ്മയ്ക്കും വേദനിക്കില്ലേ. ഇപ്പൊ തുറന്നുവിടാൻ പറഞ്ഞ് ചേച്ചി ഇങ്ങനെ കരയും കൂടി ചെയ്യുന്ന സമയത്ത് ഒന്നും ചിന്തിക്കാതെ അവളുടെ കയ്യിലും കാലിലും ഉണ്ടായിരുന്ന ആ ചങ്ങലയല്ല അമ്മ അഴിച്ചു വിടുന്നു. കുറെ നാള് കയ്യിലും കാലിലൊക്കെ ആ ചങ്ങല കിടന്നുകൊണ്ട് നിറയെ പാടുകളായിരുന്നു കയ്യിലും കാലിലൊക്കെ. അങ്ങനെ ഫ്ലാഷ് ബാക്ക് കെട്ടായി വീണ്ടും പ്രസന്റിലേക്ക് വരുന്നു. ഇപ്പൊ മുറി തുറന്നു കിട്ടിയോണ്ട് നമ്മുടെ നായകനാണെങ്കിൽ ആ മുറി ക്ലീൻ ചെയ്യാൻ തുടങ്ങുവാണ്. ഈ സമയം മുറിയിൽ നിന്ന് നായകനാണെങ്കിൽ ഒരു പേപ്പർ കഷ്ണം കിട്ടുന്നു. അതിൽ എന്തൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇപ്പൊ നായകൻ അതെല്ലാം നോക്കുന്നതായിട്ട് കാണിച്ചുകൊണ്ട് ആ സീനോടെ കട്ടാക്കുവാണ്. ഇതേ സമയം നമ്മുടെ നായികയാണെങ്കിൽ അവിടേക്ക് വന്ന ആശാരിക്കും ആ പയ്യനും ചായ എല്ലാം ഉണ്ടാക്കി കൊടുക്കുന്നു. അങ്ങനെ അവരത് കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നീ ഇന്നലെ പറഞ്ഞില്ലായിരുന്നോ ഈ കുടുംബത്തിന് സംഭവിച്ച കാര്യങ്ങൾ നിന്റെ അച്ഛനും മുത്തശ്ശിക്കൊക്കെ അറിയായിരിക്കുന്നു, അവരോട് അതിനെപ്പറ്റി എന്തെങ്കിലും ചോദിച്ചോന്ന് ചോദിക്കുന്നു. ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഞാൻ മനസ്സിലാക്കി, അത് ഞാൻ പറയാമെന്നും പറഞ്ഞ് ആ പയ്യൻ ഇപ്പൊ അത് പറയാൻ തുടങ്ങുന്നു. അന്ന് നായകന്റെ അമ്മ അവന്റെ ചേച്ചിയുടെ കയ്യിലും കാലിലും ഉണ്ടായിരുന്ന ചങ്ങല എല്ലാം അഴിച്ചു വിടുന്നതായിട്ട് പറയുന്നുണ്ടായിരുന്നല്ലോ. ആ സമയത്ത് അച്ഛനാണെങ്കിൽ വീട്ടിലില്ലായിരുന്നു,
ജോലിയുടെ എന്തോ ഭാഗമായിട്ട് അയാൾ പുറത്തു പോയതായിരുന്നു. അമ്മ അനുവാദമൊന്നും വാങ്ങാതെ അവളെ ചങ്ങലയിൽ അഴിച്ചു വിട്ടുകൊണ്ട് തന്നെ കുറച്ചേരം കഴിഞ്ഞ് വന്നു നോക്കുമ്പോൾ അവളെ മുറിയിൽ എങ്ങും കാണുന്നില്ല. അവൾ എവിടെയൊക്കെ ഇറങ്ങിപ്പോയി. അങ്ങനെ ആകെ ടെൻഷനായ അമ്മയാണെങ്കിൽ മോളെ നിന്നും വിളിച്ചുകൊണ്ട് അവളെ അന്വേഷിക്കാൻ തുടങ്ങുവാണ്. അങ്ങനെ മുറ്റത്ത് കൂടി അന്വേഷിച്ച് നടക്കുന്ന സമയം അവൾ അവിടെ അടുത്തുണ്ടായിരുന്ന ഒരു മരത്തിന്റെ മുകളിൽ അങ്ങനെ കയറി നിൽക്കുന്നത് അമ്മ കാണുന്നു. കഴുത്തിൽ ഈ സമയത്ത് അവൾ ഒരു കയറും കെട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവൾ സൂയിസൈഡ് ചെയ്യാൻ വേണ്ടിയാണ് ശ്രമിക്കുന്നതെന്ന് മനസ്സിലാവുന്ന സമയം മോളെ അബദ്ധമൊന്നും കാണിക്കല്ലേ മോളെ, ഇറങ്ങി വാ മോളെ എന്നും പറഞ്ഞ് അമ്മ അവളെ വിളിക്കുന്നു. എന്നാൽ അവളൊന്നും കേൾക്കാൻ കൂട്ടാക്കാതെ നേരെ മരത്തിന്റെ കൊമ്പിൽ നിന്ന് താഴേക്ക് ചാടുവാണ്. അങ്ങനെ കഴുത്ത് കുരുങ്ങി അവൾ മരിക്കുന്നു. ഇതാണ് നായകന്റെ ചേച്ചിക്ക് സംഭവിച്ചതെന്നൊക്കെ അങ്ങനെ ഇപ്പൊ ആ പയ്യൻ നായികയ്ക്ക് പറഞ്ഞു കൊടുക്കുവാണ്. അങ്ങനെ ഇതെല്ലാം കേട്ട് നായിക സാടാവുന്നു. കുറച്ചേരം കഴിഞ്ഞ് ആ പയ്യൻ ആശാരിനെയും കൂട്ടിക്കൊണ്ട് അങ്ങനെ അവിടുന്ന് പോവുകയും ചെയ്യുവാണ്. അതിന് നായിക നേരെ നായകന്റെ അടുത്തേക്ക് എന്നിട്ട് ചേച്ചിനെ പറ്റി ചോദിക്കുമ്പോഴും അവരുടെ മരണത്തെ പറ്റി ചോദിക്കുമ്പോഴും ഒന്നും അറിയില്ല എന്നല്ല നീ പറയുന്നത് നിന്നോണയല്ലേ, ഇനിയെങ്കിലും മറച്ചു വെക്കാതെ സത്യം എന്നോട് തുറന്നു പറയാനൊക്കെ നായിക പറയുവാണ്. ഇത് കേട്ട നായകൻ പറയാണ്, എടി ഞാൻ നിന്നോട് നാളെ പറയുന്നതല്ല, എന്റെ 5ാമത്തെ വയസ്സിൽ നടന്നതാണ് ആ കാര്യങ്ങളൊക്കെ. ഞാനപ്പോ ഇവിടെ ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് എനിക്കൊന്നും അറിയത്തില്ല. എന്നാൽ ഞാൻ പറയാം, നിന്റെ ചേച്ചി സൂയിസൈഡ് ചെയ്താണ് മരിച്ചത്. എനിക്ക് തോന്നുന്നത് നിന്റെ ചേച്ചിയുടെ ആത്മാവ് ഇവിടെ ഉണ്ടെന്നാണ്. അതാണ് ഇവിടെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ നടക്കുന്നത്. സോ നമുക്ക് എത്ര വേഗം ഇവിടുന്ന് രക്ഷപ്പെടാം. പിന്നെ ഈ വീട് വിറ്റ് കിട്ടുന്ന പണത്തിന് വേണ്ടിയാണ് നീ ഇവിടെ നിൽക്കുന്നതെങ്കിൽ നിനക്ക് എത്ര പണം ആവശ്യമുണ്ട് എന്നോട് പറ, ഞാൻ എന്റെ അച്ഛനോടും അമ്മേനോടും സംസാരിച്ച് അവരുടെ കയ്യിൽ നിന്ന് വാങ്ങിത്തരാം. ഇത് കേട്ട നായകന് ദേഷ്യം വരുന്നു. നിന്റെ അച്ഛന്റെ അമ്മേന്റെ കയ്യിൽ നിന്ന് പണം വാങ്ങിയിട്ട് വേണ്ട എനിക്ക് ജീവിക്കാൻ. എനിക്ക് ആകെയുള്ളൊരു സ്വത്താണിത്. ഇത് വിറ്റ് കിട്ടുന്ന പണം മതി എനിക്ക് ജീവിക്കാൻ. അതിനു വേണ്ടിയാണ് ഞാൻ ശ്രമിക്കുന്നത്. ഇതെല്ലാം കേട്ട നായിക നിന്നോട് എത്ര പറഞ്ഞിട്ടും കാര്യമില്ലാന്നും പറഞ്ഞ് അവിടെ നിന്ന് പിണങ്ങി ഹാളിലേക്ക് പോവാണ്. അങ്ങനെ ആ സീനോട് കട്ടായ അന്ന് ഈവനിങ്ങില് നായകൻ മരിച്ചുപോയവന്റെ ചേച്ചിനെ പറ്റി എല്ലാം ആലോചിച്ച് അങ്ങനെ ഇരിക്കുന്നു. ഈ സമയം അവിടെ ഇരിക്കുന്ന പഴയ റേഡിയോന്റെ അകത്ത് നിന്ന് എന്തോ ഒരു മൂളക്കം അങ്ങനെ കേൾക്കുവാണ്. ഒന്നാമത്തെ ഭ്രാന്ത് പിടിച്ചിരിക്കുക. അതിന്റെ കൂട്ടത്തിൽ ഈ സൗണ്ട് കൂടി കേൾക്കുന്ന സമയത്ത് ദേഷ്യം വന്ന നായകനാണെങ്കിൽ ആ റേഡിയോയിലേക്ക് ഒരു തട്ട് തട്ടുന്നു. അപ്പൊ അതിനകത്ത് നിന്ന് നായകന്റെ ചേച്ചി സംസാരിക്കാൻ തുടങ്ങുവാണ്. അതായത് അവരുടെ വോയിസ് അങ്ങനെ പുറത്തു വരുന്നു. ഇത് കേട്ട് നായകനാകെ പേടിക്കുവാണ്. അങ്ങനെ ആ പേടിന്റെ പുറത്ത് നമ്മുടെ നായകൻ പെട്ടെന്ന് ആ റേഡിയോ തട്ടി താഴേക്ക് ഇടുന്നു. അങ്ങനെ തുടഞ്ഞു പോവാണ്. അങ്ങനെ ഈ സമയത്ത് നായിക പറഞ്ഞതിലും കാര്യമുണ്ടെന്ന് നായകന് മനസ്സിലായി. അങ്ങനെ ആ നായകന്റെ അടുത്തേക്ക് എന്നിട്ട് ഇപ്പൊ സംഭവിച്ച ഈ കാര്യങ്ങളെല്ലാം പറയുന്നു. എടാ അതാ ഞാൻ എന്നോട് പറഞ്ഞത്, ഇവിടെ എന്തൊക്കെ പ്രശ്നമുണ്ടെന്ന്, നമുക്ക് നാളെ രാവിലെ തന്നെ പോവാന്ന് നായിക ഇപ്പൊ വീണ്ടും പറയുവാണ്. ഇത് കേട്ട നായകൻ അതിനൊക്കെ പറയുന്നു. അടുത്ത സീനിൽ അന്ന് ചേച്ചി മരിച്ചതിന് ശേഷമുള്ള ആ ഫ്ലാഷ് ബാക്ക് വീണ്ടും കാണിക്കാൻ തുടങ്ങുന്നു. ചേച്ചി അന്ന് അങ്ങനെ മരണപ്പെടുന്ന സമയത്ത് നായകന്റെ അച്ഛൻ എവിടെ പോയിരിക്കുമായിരുന്നില്ലേ. തിരിച്ചു വരുമ്പോൾ അയാൾ ഈ കാര്യങ്ങളെല്ലാം അറിയുമ്പോൾ അയാൾ ഒരുപാട് സങ്കടപ്പെടുന്നു. നീ എന്താ വിചാരിച്ചുകൊണ്ടിരുന്നത്, മോളോട് സ്നേഹമില്ലാത്തതുകൊണ്ടാണ് ഞാൻ അവളെ പൂട്ടിയിട്ടതെന്നോ, അവൾ ഇങ്ങനെയൊക്കെ ചെയ്യാൻ ചാൻസ് ഉണ്ടെന്ന് മനസ്സിലാക്കിയോണ്ടാണ് ഞാൻ അങ്ങനെ അവളെ ആ മുറിയിൽ ലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഞാൻ ചെയ്തത് എന്തിനാണെന്ന് പോലും മനസ്സിലാക്കാതെ ഞാൻ ഇല്ലാത്ത സമയത്ത് നീ അങ്ങനെ ഒരു കാര്യം ചെയ്ത് എല്ലാം തകർത്ത് കളഞ്ഞില്ലേ. ഇങ്ങനെയെല്ലാം പറഞ്ഞ് ഒരുപാട് കരഞ്ഞ് അതിനുശേഷം അയാളാണെങ്കിൽ കുളിക്കാൻ വേണ്ടി ബാത്റൂമിൽ കയറുന്നു. അങ്ങനെ കുളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അയാളുടെ കയ്യിൽ നിന്ന് സോപ്പ് താഴെ വീഴുവാണ്. ഇതേ സമയം തന്നെ മരിച്ചുപോയ അയാളുടെ മകളുടെ സൗണ്ട് അയാൾ അവിടെ കേൾക്കുവാണ്. അച്ഛാ, അച്ഛനോട് അത്രയ്ക്ക് സ്നേഹം ഉണ്ടായിരുന്നു അച്ഛാ, ഇങ്ങനെയുള്ള ഒരു സൗണ്ടാണ് കേൾക്കുന്നത്. ഇത് കേട്ടത് അയാൾ അക ഭയക്കുവാണ്. അങ്ങനെ അയാൾ പെട്ടെന്ന് ആ സൗണ്ട് കേട്ട് തിരിയുന്ന സമയം നിരത്തി വീണുപോയ ആ സോപ്പിൽ ചവിട്ടി അയാൾ തെന്നി വീഴുവാണ്. അങ്ങനെ തലയിടിച്ച് അയാൾ മരിക്കുന്നു. അടുത്ത സീനിൽ വീണ്ടും പ്രശ്നത്തിലേക്ക് വരുവാണ്. നായകൻ എന്ന അമ്മേന്റെ ഒരു ഡയറി കിട്ടിയായിരുന്നല്ലോ, അത് നായകൻ വായിക്കുന്നുണ്ടായിരുന്നു. അന്ന് മുഴുവൻ വായിക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇപ്പൊ നായകൻ അതിന്റെ ബാക്കി വായിക്കുവാണ്. അതിൽ അമ്മ എഴുതിയിട്ടുണ്ടായിരുന്നു, മരിച്ചുപോയ ചേച്ചിയുടെ ആത്മാവ് കുടുംബത്തിനെ വേട്ടയാടാതിരിക്കാൻ വേണ്ടി അവർ വീട്ടിലൊരു പൂജ ചെയ്തായിരുന്നുവെന്ന്. എന്നാൽ പൂജ കംപ്ലീറ്റ് ആക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. അത് കംപ്ലീറ്റ് ആവണമെങ്കിൽ മരിച്ചുപോയ ചേച്ചിയുടെ വെഡ്ഡിംഗ് സാരി കൂടി കിട്ടണമായിരുന്നു. അത് കിട്ടി അത് വെച്ച് കർമ്മങ്ങൾ ചെയ്താൽ മാത്രമേ ചേച്ചിയുടെ ആത്മാവിന് ശാന്തി കിട്ടുള്ളൂ, ഈ ലോകം വിട്ടു പോവുള്ളൂ. അങ്ങനെ ഈ കാര്യം കൂടി വായിക്കുന്ന സമയത്ത് നായകന് മനസ്സിലാവുകയാണ്, അപ്പൊ ചേച്ചിയുടെ ആത്മാവ് ഗതി കിട്ടാതെ ഇപ്പോൾ ഇവിടെ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ ആത്മാവിനോടൊന്ന് പറഞ്ഞുവിടാൻ കർമ്മം ചെയ്യൽ മാത്രമേ ഒരു വഴിയുള്ളൂ എന്ന്. അങ്ങനെ നായകനെ അറിഞ്ഞ കാര്യങ്ങളെല്ലാം നായകനോട് ഷെയർ ചെയ്യുന്നു. ഇത് കേട്ട നായിക പറയുകയാണ്, അങ്ങനെയാണെങ്കിൽ എത്രയും വേഗം ചേച്ചിയുടെ കല്യാണ സാരി കണ്ടുപിടിച്ച് നമുക്ക് ആ കർമ്മങ്ങൾ ചെയ്യാം. ഇങ്ങനെയും പറഞ്ഞ് അന്ന് രാത്രി നമ്മുടെ നായകനും നായികയും കൂടി ചേച്ചിയുടെ മുറിയെല്ലാം മുഴുവൻ അന്വേഷിക്കുവാണ്, എങ്ങനെയെങ്കിലും അവരുടെ ആ സാരി കണ്ടെത്താൻ വേണ്ടി. അങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ മുറിയിൽ അമാനുഷികമായിട്ടുള്ള കുറെ കാര്യങ്ങൾ നടക്കാൻ തുടങ്ങുന്നു. പെട്ടെന്ന് അവിടുത്തെ കറണ്ട് പോവുകയാണ്. അപ്പൊ നായകൻ മെഴുതിരെടുക്കാൻ വേണ്ടി പുറത്തേക്ക് പോകുന്ന അതേ സമയം തന്നെ ആ മുറിയുടെ ഡോർ ഓട്ടോമാറ്റിക്കായിട്ട് അടയുവാണ്. അങ്ങനെ നമ്മുടെ നായിക അതിനകത്ത് പെട്ടുപോകുന്നു. അങ്ങനെ അവൾ ഒച്ച ഉണ്ടാക്കുന്ന സമയം ഇത് മനസ്സിലാക്കുന്ന നായകനാണെങ്കിൽ വാല് തുറക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അത് തുറക്കാൻ കഴിയുന്നില്ല. നമ്മുടെ നായിക അതിനകത്ത് നിന്ന് ഒരുപാട് പേടിക്കുവാണ്. അങ്ങനെ ഇപ്പൊ എന്ത് ചെയ്യാന്ന് ആലോചിച്ച് നമ്മുടെ നായകൻ പെട്ടെന്ന് വീടിന്റെ മുറ്റത്തേക്ക് വരുന്നു. അവിടെയുള്ള ആ വിൻഡോ അടിച്ചു പൊട്ടിച്ച് അങ്ങനെ നായകനെ സേവ് ചെയ്യാന്നാണ് അയാൾ വിചാരിക്കുന്നത്. എന്നാൽ ആ ഭാഗത്തേക്ക് അങ്ങനെ ഓടി വരുന്ന സമയം അന്ന് മുറ്റത്തായിട്ട് ഒരു കൂർത്ത കമ്പ് നിൽക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ടായിരുന്നല്ലോ, അതിൽ തട്ടി നായകൻ വീഴുവാണ്. അങ്ങനെ നായകന്റെ കല്ലത് കുത്തിക്കേറുന്നു. ഇതേസമയം റൂമിൽ പേടിച്ചു ഭയന്ന് കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന നായകന്റെ പുറകിലൂടെ ഒരു രൂപം വരുന്നത് നായിക അങ്ങനെ കാണുവാണ്. അത് ചേച്ചിന്റെ ആത്മാവെന്നുള്ള കാര്യം നായികയ്ക്ക് ഉറപ്പായി. അങ്ങനെ നായിക അലറി വിളിക്കുന്നു. ഈ സമയം ഇതെല്ലാം കേട്ട നമ്മുടെ നായകനാണെങ്കിൽ കല്ല കമ്പ് കുത്തി കയറിയതൊന്നും കണക്കാക്കാതെ ആ വേദനയെല്ലാം സഹിച്ചുകൊണ്ട് അവിടുന്ന് എഴുന്നേറ്റ് വരുന്നു. എന്നിട്ട് ആ ജനലെല്ലാം അടിച്ചു പൊളിച്ച് അങ്ങനെ അകത്ത് കയറി നായകനെ സേവ് ചെയ്യുന്നു. എന്തായാലും ഇപ്പൊ നടന്ന ഈ ഒരു സംഭവത്തോടെ നായകൻ തീരുമാനിച്ചു, ഇവിടുന്ന് പേടിച്ചു ഭയന്ന് ഓടിയാലും ചേച്ചിയുടെ ആത്മാവ് വെറുതെ വിടും തോന്നില്ല. അതുകൊണ്ട് എന്ത് വില കൊടുത്തും ആ കർമ്മങ്ങൾ തീർക്കണം. അതിന് ചേച്ചിയുടെ ആ സാരി എന്ത് വില കൊടുത്തും കണ്ടുപിടിക്കണം. അങ്ങനെ അവർ വീണ്ടും ആ സാരി അന്വേഷിക്കാൻ തുടങ്ങുന്നു. ഈ സമയത്ത് മറ്റൊരു ഫ്ലാഷ് ബാക്ക് കാണിക്കുവാണ്. അന്ന് നായകന്റെ അമ്മ ഇതേപോലെ ആ കർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടി അവളുടെ സാരി അന്വേഷിച്ചായിരുന്നല്ലോ. അപ്പൊ ചേച്ചിയുടെ ആത്മാവ് ഇപ്പൊ നായകനെ ട്രാപ്പിപ്പെടുത്തിയതിലൊരു ട്രാപ്പിപ്പെടുത്തിയാണ് അവളുടെ അമ്മേനെയും കൊന്നു കളഞ്ഞത്. ആ കാര്യങ്ങളാണ് ഇപ്പൊ കാണിക്കുന്നത്. അതുപോലെ നായകന്റെ അച്ഛൻ ചേച്ചിനെ അങ്ങനെ പൂട്ടിയിടാൻ
പറയാൻ ഒരു കാരണം ഉണ്ടായിരുന്നു. ഭർത്താവ് മരിച്ചതോടെ മാനസിക നില തെറ്റിയ ചേച്ചിയാണെങ്കിൽ എന്തൊക്കെയോ കാര്യങ്ങൾ വീട്ടിൽ കാട്ടിക്കൂട്ടുവാണ്. അതിനോടൊപ്പം തന്നെ കുട്ടിയായിരുന്ന നായകനെ അവർ ഉപദ്രവിക്കുകയും ചെയ്യുന്നു. ഇനി അവളെ ആ ഒരു രീതിക്ക് വിട്ടാ നായകന്റെ ജീവനും കൂടി ആപത്താണെന്ന് മനസ്സിലാക്കിയാണ് അവളെ അച്ഛൻ മുറിയിൽ പൂട്ടിയിട്ടത്. അങ്ങനെ അവിടെ നിന്ന് കുറച്ചു ദിവസം കഴിഞ്ഞ് നായകനെ ദൂരെയുള്ള ഒരു ഹോസ്റ്റലിൽ കൊണ്ട് ചേർത്ത് അച്ഛൻ അവിടെ നിർത്തി പഠിപ്പിക്കാനും തുടങ്ങി. അങ്ങനെ ആ സമയത്തായിരുന്നു ചേച്ചി മരണപ്പെട്ടത്. അതാണ് നായകനൊന്നും അറിയാതെ പോയത്. അങ്ങനെ ഇപ്പൊ ആ ഫ്ലാഷ് ബാക്ക് കേട്ടായി വീണ്ടും പ്രശ്നത്തിലേക്ക് വരുന്നു. ഇപ്പൊ ആകെ വയ്യാതായ നമ്മുടെ നായകനെ അവിടെ ഇരുത്തി നായകൻ വീണ്ടും ആ ഡ്രസ്സ് അന്വേഷിക്കാൻ വേണ്ടി പോവുകയാണ്. ഈ സമയത്താണ് ഗർഭിണിയായ നായകന്റെ ശരീരത്തിലേക്ക് ചേച്ചിയുടെ ആത്മാവ് കയറുന്നത്. ഈ സീക്വൻസ് ആയിരുന്നു മൂവിയുടെ സ്റ്റാർട്ടിങ്ങിൽ കാട്ടിയിട്ടുണ്ടായിരുന്നത്. ഈ കാര്യങ്ങളെല്ലാം നടക്കുന്ന സമയത്ത് ഇതൊന്നും അറിയാതെ നമ്മുടെ നായകനാണെങ്കിൽ അവിടെയുള്ള അലമാരിക്കകത്ത് അങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഫൈനലി നായകന് ആ സാരി കണ്ടു കിട്ടുന്നു. അങ്ങനെ നായകൻ എന്ന കയ്യിലെടുക്കുന്ന അതേ സമയം തന്നെ നായകന്റെ ചേച്ചിന്റെ ആത്മാവ് അവിടേക്ക് എത്തി അവരൊരു കോടാലി വെച്ച് നായകനെ വെട്ടാൻ തുടങ്ങുവാണ്. ഒഴിഞ്ഞു മാറി നമ്മുടെ നായകൻ എങ്ങനെയോ അതിൽ നിന്ന് രക്ഷപ്പെടുന്നുണ്ട്. ഇവിടെ പറയാൻ വിട്ടുപോയൊരു കാര്യമുണ്ട്. നായകന്റെ ചേച്ചി ഇപ്പൊ വന്നിരിക്കുന്നത് നായകന്റെ രൂപത്തിലാണ്. കാരണം നേരത്തെ അവളുടെ ശരീരത്തിലേക്ക് ആ ആത്മാവ് കയറുന്നതായിട്ട് പറയുന്നുണ്ടായിരുന്നല്ലോ. അങ്ങനെ ഇപ്പൊ ആ ഒരു അപ്പിയറൻസിലാണ് അവൾ വന്നിരിക്കുന്നത്. അങ്ങനെ ഇപ്പൊ അവളുടെ ശരീരത്തിൽ കയറി നായകനെ ചേച്ചി കൊല്ലാൻ ശ്രമിക്കുന്ന സമയം വേറെ നിവൃത്തിയില്ലാതെ നായകൻ അവളെ തല്ലി താഴെ വീഴ്ത്തുന്നു. എന്നിട്ട് ഓടി വീടിനകത്തേക്ക് വന്ന് അമ്മയെ ഡയറിയിൽ എഴുതിയ പോലത്തെ ആ കർമ്മങ്ങളെല്ലാം ആ സാരി വെച്ച് ചെയ്യാൻ തുടങ്ങുവാണ് അവൻ. ഈ സമയം നായകനെ ഡൈവേർട്ട് ചെയ്യാൻ വേണ്ടി ചേച്ചിയുടെ ആത്മാവ് ഒരുപാട് ശ്രമിക്കുന്നുണ്ട്. എന്നാൽ അതൊന്നും കണക്കാക്കാതെ നായകൻ ആ കർമ്മങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നു. കുറച്ചേരം കഴിഞ്ഞപ്പം പുറത്തുണ്ടായിരുന്ന ആത്മാവിനെ അനക്കൊന്നും കേൾക്കുന്നില്ല. അപ്പൊ നായകൻ വിചാരിക്കുവാണ് ഈ കർമ്മങ്ങളെല്ലാം ചെയ്യുന്നുണ്ട് ഭാര്യന്റെ ശരീരത്ത് നിന്ന് ചേച്ചിയുടെ ആത്മാവ് ഇറങ്ങിപ്പോയെന്ന്. അങ്ങനെ അവൻ പെട്ടെന്ന് വായിലുറന്ന് പുറത്തേക്ക് ഇറങ്ങിച്ചെന്ന് നായികനെ കെട്ടിപ്പിടിക്കുന്നു. അപ്പോഴാണ് മനസ്സിലാവുന്നത് നായകനെ പുറത്തിറക്കാനുള്ള ആത്മാവിന്റെ ഒരു ഐഡിയ ആയിരുന്നു അതെന്ന്. ഇപ്പോഴും അവളുടെ ശരീരത്ത് ചേച്ചിയുടെ ആത്മാവുണ്ട്. സോ ഇനി എന്താ നടക്കാന്നറിയാലോ. നായകൻ ഭാര്യനെ കെട്ടിപ്പിടിക്കുന്ന സമയത്ത് അവളുടെ ശരീരത്തിലുള്ള ആത്മാവ് നായകനെ കൊല്ലാൻ ശ്രമിക്കുന്നു. അപ്പോഴേക്കും നായകൻ എങ്ങനെയോ അതിൽ നിന്ന് രക്ഷപ്പെട്ട് ആ കർമ്മങ്ങൾ അവിടെ കംപ്ലീറ്റ് ചെയ്യുവാണ്. അതോടുകൂടി ചേച്ചിയുടെ ആത്മാവ് ഈ ലോകം വിട്ടു പോകുന്നു. അങ്ങനെ ആ സീനുടെ കട്ടായി അടുത്ത ദിവസം രാവിലെ കാണിക്കുവാണ്. ഇപ്പൊ പ്രശ്നങ്ങളെല്ലാം ഒതുങ്ങി നായകനെ നായിക അതിൽ നിന്നെല്ലാം ഒന്ന് റിലീഫായി. ഇതേ സമയം തന്നെ അവിടെ നായകനെ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരുന്ന ആ പയ്യനാണെങ്കിൽ ആ വീട് വാങ്ങാനായിട്ട് കൂട്ടരെ കൊണ്ടുവന്നു. അങ്ങനെ വീട് നല്ലൊരു വിലയ്ക്ക് കൊടുത്ത് നായകൻ അവിടെ നിന്ന് നായകനെ കൊണ്ട് ഫ്രീ ആവുന്നു. അങ്ങനെ അവർ ആഗ്രഹിച്ച പോലെ ദൂരൊരു സ്ഥലത്തേക്ക് ചെന്ന് അവിടെ ഒരു സന്തോഷത്തോടുകൂടി ജീവിക്കാൻ തുടങ്ങുവാണ്. എന്നാൽ അപ്പോഴും അവിടെ വെച്ച് അമാനുഷികമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നടക്കാൻ തുടങ്ങുന്നു. ഈ ഒരു സീക്വൻസിലൂടെ നായകന്റെ ശരീരത്തിൽ നിന്ന് ഇപ്പോഴും ചേച്ചിയുടെ ആത്മാവ് വിട്ടുപോയിട്ടില്ല എന്നാണ് കാണിക്കുന്നത്. ഇപ്പൊ നായകന്റെ വയറ്റിൽ വളരുന്ന ആ കുഞ്ഞിന്റെ ശരീരത്താണ് ആ ആത്മാവ് ഉള്ളത്. അങ്ങനെ ഇത്തരത്തിലുള്ള ഒരു ഞെട്ടിക്കുന്ന കാര്യവും പറഞ്ഞ് ഇനി നടക്കാൻ പോകുന്ന കാര്യങ്ങൾ ഒരു സസ്പെൻസിൽ നിർത്തിക്കൊണ്ടാണ് ഈ മൂവി അവസാനിപ്പിക്കുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, എങ്ങനെയുണ്ടായിരുന്നു ഈ മൂവി? ഇനി ഈ മൂവി നടക്കാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾ ഗസ് ചെയ്തിട്ട് കമന്റ് ബോക്സിൽ അറിയിക്കണം. പിന്നെ ഈ മൂവി ഇഷ്ടമായോ എന്നുള്ള കാര്യവും അറിയിക്കാൻ മറക്കരുത്. ഇനി ഇതുപോലുള്ള നല്ല നല്ല മൂവീസ് ആയിട്ട് കാണും വരെ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ.